ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്ലാബിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് IS കോഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ആദ്യം നമുക്ക് തിക്നെസ് ഓഫ് സ്ലാബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തിക്നെസ് ഓഫ് സ്ലാബിനെ കുറിച്ച് IS കോഡിൽ പറയുന്നത് പേജ് 37 ആൻഡ് ക്ലോസ് 23.2. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ IS കോഡിലൊന്ന് റെഫർ ചെയ്യണം. അപ്പോൾ ഇതാണ് പറയുന്നത്, എ സ്ലാബ് ഷാൾ ഹാവ് അഡിക്വേറ്റ് തിക്നെസ് സോ ദാറ്റ് ഇറ്റ്സ് മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റ്. നമ്മൾ തിക്നെസ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ചോസൻ സോ ദാറ്റ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റ്. നമ്മൾ അതിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്തായിരിക്കണം? പെർമിസിബിൾ ലിമിറ്റിലേ വരാൻ പാടുള്ളൂ. ദി തിക്നെസ് ഓഫ് എ സ്ലാബ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ഡിഫ്ലക്ഷൻ കൺസിഡറേഷൻ റാദർ ദാൻ ഫ്ലെക്ചർ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ തിക്നെസ് ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ഡിഫ്ലക്ഷൻ കൺസിഡറേഷൻ. ഫ്ലെക്ചറൽ കൺസിഡറേഷനേക്കാളും ദാറ്റ് ഈസ് ബെൻഡിങ് കൺസിഡറേഷനേക്കാളും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? ഡിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിക്നെസ്സിനെ കണ്ടുപിടിക്കുന്നത്. ദ ഡിഫ്ലക്ഷൻ ഷാൾ ബി വിത്തിൻ സച്ച് ലിമിറ്റ്സ് ദാറ്റ് നെയ്തർ ദി അപ്പിയറൻസ് നോർ ദി എഫിഷ്യൻസ് ഷുഡ് ബി എഫക്റ്റഡ്. എന്ത് ചെയ്യാൻ പാടില്ല? അതിൻ്റെ അപ്പിയറൻസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും എന്ത് ചെയ്യാൻ പാടില്ല? എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആസ് പെർ IS കോഡ് ദ ഡിഫ്ലക്ഷൻ ഷാൾ ജനറലി ബി ലിമിറ്റഡ് ടു ദി ഫോളോയിങ്. IS കോഡിൽ പറയുന്നത് ദ ഡിഫ്ലക്ഷൻ, അതിൽ വരുന്ന ഡിഫ്ലക്ഷൻ ഷുഡ് ബി ലിമിറ്റഡ് ടു ദി ഫോളോയിങ്. അപ്പോൾ ഈ ഒരു ക്ലാസ് പറയുന്ന ഏതിലാണ്? ക്ലാസ് 23.2. അപ്പോൾ ക്ലാസ് 23.2ൽ A ആൻഡ് B നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അതാണ് എയും ബിയും വരുന്ന ക്ലാസ്. അത് പറയുന്നത് ഇതാണ്: ദ ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദി എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ, creep, shrinkage and measured from the as-cast level of the supports of the floors, roof and all other horizontal members should not normally exceed span by 250. It should not exceed span by 250. This is the limit within which the deflection are so small that they will not be noticed. അപ്പോൾ സ്പാൻ ബൈ 250നേക്കാളും എന്താ പാടില്ല? ഫൈനൽ ഡിഫ്ലക്ഷൻ കൂടാൻ പാടില്ല. The deflection including the effect of temperature, creep, shrinkage occurring after the erection of partition and the application of furnishes should not normally exceed span by 350 or 20 mm, whichever is less. This limit means to prevent the damage of partition and furnishes. അപ്പോൾ നമ്മൾ പാർട്ടീഷൻസും ഫർണിഷൻസും ഒക്കെ വരുമ്പോൾ സ്പാൻ ബൈ 350നേക്കാളോ അല്ലെങ്കിൽ 20 mm ഇതിലേതാണോ കുറവ് അതിനേക്കാളും എന്താൻ പാടില്ല? ഡിഫ്ലക്ഷൻ കൂടാൻ പാടില്ല. ഇതാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇൻ കേസ് ഓഫ് സ്ലാബ്സ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് മേ ബി ജനറലി അസ്യൂംഡ് ടു ബി സാറ്റിസ്ഫൈഡ് പ്രൊവൈഡഡ് ദാറ്റ് ദ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ആർ നോട്ട് ഗ്രേറ്റർ ദാൻ ദി വാല്യൂസ് ഗിവൺ ബിലോ. അപ്പോൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്താ പാടില്ല? ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ ഗിവൺ വാല്യൂസ്. ഇവിടെ താഴെ തന്നിട്ടുള്ള വാല്യൂസിന് എന്താ ചെയ്യാൻ പാടില്ല? കൂടുതലാകാൻ പാടില്ല. ഈ വാല്യൂസ് നിങ്ങൾക്ക് 23.2.1 തന്നിട്ടുണ്ട്. ക്ലാസ് 23.2.1 നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ക്ലാസ് പറയുന്ന ഇതാണ്: ദ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് മേ ബി ജനറലി അസ്യൂംഡ് ടു ബി സാറ്റിസ്ഫൈഡ് പ്രൊവൈഡഡ് ദാറ്റ് span to depth ratios are not greater than the values obtained as below. അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ ബീമിനും പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലാബിനും ഈ സെയിം കേസാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കാൻലിവർ ആണെങ്കിൽ സ്പാൻ ടു ബേസിക് വാല്യൂസ് ഓഫ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എത്ര വരുന്നത്? ഇറ്റ് ഈസ് 7 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് 20 ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് 26 ആണ്. Depending upon the area of the steel provided as tension reinforcement, the above values may be multiplied by the modification factor. എന്താ ASTനെ ബേസ് ചെയ്തിട്ട്
ടെൻഷൻ ASTനെ ബേസ് ചെയ്തിട്ട് എന്ത് വരുന്നുണ്ട്, ഈ വാല്യൂസിന് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. ആ മോഡിഫിക്കേഷനെ കുറിച്ചൊക്കെ 23.2.1 BCDയിൽ പറയുന്നുണ്ട്. 23.2.1 BCD സെക്ഷൻസിൽ ഇതിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് ASTനനുസരിച്ചുള്ള ഈ വാല്യൂസ്, ബേസിക് വാല്യൂസ് ഓഫ് ഡെപ്ത് ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ, സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോസിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യാം, IS കോഡിലൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡിഫിക്കേഷന് വരുന്ന ചിത്രം വരുന്നത്. IS കോഡിലുണ്ട് ഈ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ IS കോഡിൽ നോക്കുക. പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീം മോഡിഫിക്കേഷൻ ഫാക്ടർ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ടേബിളാർ കോളം നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ടേബിളാർ കോളം നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ജസ്റ്റ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീലും അതുപോലെ തന്നെ FY വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടറാണ്, അതിൻ്റെ വേരിയേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. Thus, the effective depth required for various type of slabs will be as follows. For one-way simply supported slabs, effective depth എന്ന് പറഞ്ഞാൽ span by 20 into modification factor. ഇനി ഫോർ വൺ വേ കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ, ബോത്ത് ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 26 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ. ഫോർ വൺ വേ കണ്ടിന്യൂസ് സ്ലാബ് വൺ ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ സ്പാൻ ബൈ 23 മോഡിഫിക്കേഷൻ ഫാക്ടർ. ഇനി ഫോർ കാൻലിവർ സ്ലാബ് ആണെങ്കിൽ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 7 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഇനി ഫോർ ടു വേ സ്ലാബ്സിനെ കുറിച്ച് നമുക്ക് കോഡിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ടു വേ സ്ലാബ്സ് മോഡിഫിക്കേഷൻ ഫാക്ടറിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് ഇൻ 24.1. അത് നമുക്ക് ടു വേ സ്ലാബ്സിനെ കുറിച്ച് പറയുമ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടു വേ സ്ലാബ്സിനെ കുറിച്ചുള്ള സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ പറയുന്നത് 24.1 നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ IS കോഡിൽ 24.1 നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് എന്ത് വരുന്നത്, സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഫോർ ടു വേ സ്ലാബ്സിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇന്ന് വൺ വേ സ്ലാബ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ടു വേ സ്ലാബ്സിൻ്റെ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോനെ കുറിച്ച് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഭാഗത്തുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് എഫക്റ്റീവ് സ്പാൻ ഓഫ് എ സ്ലാബ്, അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. എഫക്റ്റീവ് സ്പാൻ അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്, എഫക്റ്റീവ് സ്പാൻ ഓഫ് എ സ്ലാബ് ഷാൾ ബി ടേക്കൻ ആസ് ഫോളോസ്. ഒന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ ദ എഫക്റ്റീവ് സ്പാൻ ഈസ് the distance between centers of the bearings or the sum of the clear span and the effective depth, whichever is less. അപ്പോൾ ഈ ക്ലോസ് പറയുന്നത് യു ക്യാൻ റെഫർ 22.2 ക്ലോസ് 22.2 പേജ് 34 ക്ലോസ് 22.2 പറയുന്നുണ്ട്. ഇനി 22.2 A ആണ്. ഇനി ബി കാൻറ്റിലിവർ ആണെങ്കിൽ ദാറ്റ് ഈസ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കാൻറ്റിലിവർ ഷാൾ ബി ടേക്കൻ ആസ് ഇറ്റ്സ് ലെങ്ത് ടു ദി ഫേസ് ഓഫ് ദി സപ്പോർട്ട്, ഇറ്റ്സ് ലെങ്ത് ടു ദി ഫേസ് ഓഫ് ദി സപ്പോർട്ട് പ്ലസ് ഹാഫ് ദി എഫക്റ്റീവ് ഡെപ്ത് എക്സെപ്റ്റ് വേർ ഇറ്റ് ഫോംസ് ദി എൻഡ് ഓഫ് ദി കണ്ടിന്യൂസ് സ്ലാബ് വേർ ദി ലെങ്ത് അപ് ടു ദി സെൻറ്റർ ഓഫ് ദി സപ്പോർട്ട് ഷാൾ ബി ടേക്കൻ. ഇനി ഇത് പറയുന്നത്, ഈ ഒരു ക്ലോസ് പറയുന്നത് ഇറ്റ് ഈസ് 22.2 സി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസിലാണ്. അപ്പോൾ കാൻലിവറിൻ്റെ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കാൻലിവർ ഷാൾ ബി ടേക്കൻ ആസ് ലെങ്ത്, ആ ഫേസിലോട്ടുള്ള ലെങ്ത്തും സപ്പോർട്ടിൻ്റെ ഫേസിലോട്ടുള്ള ലെങ്ത്ത് പ്ലസ് ഹാഫ് ദി എഫക്റ്റീവ് ഡെപ്ത്ത്
എക്സെപ്റ്റ് വേർ ഇറ്റ് ഫോംസ് ദി എൻഡ് ഓഫ് ദി കണ്ടിന്യൂസ് സ്ലാബ്. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ എൻഡ് ആവുന്ന അല്ലാത്ത കേസിലാണ് ഇത് വരുന്നത്. ആ കണ്ടിന്യൂസ് സ്ലാബ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അപ് ടു ദി സെൻറ്റർ ഓഫ് ദി സപ്പോർട്ടാണ് എന്തെടുക്കുക, എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കേണ്ടത്. ഇനി ബിയറിംഗ് ഓഫ് എ സ്ലാബ്. ദ ലെങ്ത് ഓഫ് ബിയറിംഗ് ടു സപ്പോർട്ട് എ സ്ലാബ് ഓൺ എ വാൾ മേ ബി 100 മീറ്റർ ടു 150 മീറ്റർ. അപ്പോൾ സാധാരണ ബിയറിംഗ് വരാൻ 100 മില്ലിമീറ്റർ ടു 150 മില്ലിമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ സ്ലാബ്. ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ എ വൺ വേ സ്ലാബ് കൺസിസ്റ്റ് ഓഫ് മെയിൻ ബാർസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഓർ ടെമ്പറേച്ചർ ബാർസ്. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ സ്ലാബ് എന്ന് പറഞ്ഞാൽ വൺ വേ സ്ലാബിന് നമുക്കൊരു മെയിൻ ബാർസ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഉണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ ടെമ്പറേച്ചർ ബാർസ് എന്ന് പറയും. ദ ടു സെറ്റ്സ് ഓഫ് ബാർസ് ഫോം ദി മെഷ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു മെഷായിട്ടാണ് വരുന്നുണ്ടാവും. മെഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ്, നിങ്ങൾ ബാറൊക്കെ കണ്ടിട്ടുണ്ടാവും. റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതേപോലെ ഉണ്ടാവാം. ദ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ നെയ്തർ ഡിറക്ഷൻ ഷാൾ ബി നോട്ട് ലെസ് ദാൻ 0.12% ഓഫ് ദി ഗ്രോസ് സെക്ഷണൽ ഏരിയ വെൻ. റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മിനിമം പെർസെൻറ്റേജിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ക്ലോസ് 26.5.2.1. ക്ലോസ് 26.5.2.1. അപ്പോൾ ഈ ക്ലോസ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ സ്ലാബിനെ കുറിച്ച് കിട്ടും. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യുക. ഇനി ദ മെയിൻ ബാർസ്. ദ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിസ്റ്റിംഗ് ദി മെയിൻ ബാർസ് ഷാൾ ബി ബേസ്ഡ് ഓൺ ദി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടത്, നമ്മൾ മെയിൻ ബാർസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ മെയിൻ ബാർസ് കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ ദി മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. ദിസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച്. FE415 ആണെങ്കിൽ 0.12%, 215 ആണെങ്കിൽ 250 ആണെങ്കിൽ 0.15% ആണ് എന്ത് വരുന്നത്, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടത്. ദ ഡയമീറ്റർ ഓഫ് മെയിൻ ബാർസ്. ദ ഡയമീറ്റർ ഓഫ് മെയിൻ ബാർസ് മേ ബി 8 mm or 10 mm when high grade FE415 used. Diameter may be 10 mm to 12 mm when mild FE215 are used. The diameter of bars shall not be 1/8 of the thickness. അപ്പോൾ ഡയമീറ്ററിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ FE250 ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 10 to 12 mm ഉപയോഗിക്കാറുണ്ട്. 415 ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡയമീറ്റർ മതി. എന്താണ്, ഇറ്റ് ഈസ് 8 to 10 mm ആണ്. പക്ഷേ ഡയമീറ്റർ എന്താ വേടാൻ പാടില്ല, 8 ഓഫ് ദി തിക്നെസ് ഓഫ് സ്ലാബിൻ്റെ 1/8 കൂടാൻ പാടില്ല. അപ്പോൾ ഡയമീറ്ററിനെ കുറിച്ച്, മാക്സിമം ഡയമീറ്ററിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് 26.5.2.2. അപ്പോൾ ഈ ക്ലോസ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡയമീറ്ററിനെ കുറിച്ച് കിട്ടും. അപ്പോൾ ഈ ക്ലോസുകളൊക്കെ, ഞാൻ പറയുന്ന ക്ലോസുകളൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി മാക്സിമം സ്പേസിംഗ് ഓഫ് മെയിൻ ബാർസ് ആൻഡ് മാക്സിമം സ്പേസിംഗ് ഓഫ് ബാർസ് ഇൻ ടെൻഷനിൽ വരുന്ന മാക്സിമം സ്പേസിങ്. അപ്പോൾ അതിന് സ്ലാബിൻ്റെ കേസിൽ യു ഹാവ് ടു റെഫർ ക്ലോസ് 23.23 അല്ല 26.3.3. ഇതിൽ ബി ക്ലോസ് ആണ് എന്ത് പറയുന്നത്, മാക്സിമം സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ടെൻഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം മെയിൻ ബാർസിനെ കുറിച്ച് പറയുന്നുണ്ട്. മെയിൻ ബാർസിൻ്റെ വരുന്നത്, ഇറ്റ് ഈസ് മെയിൻ ബാർസിൻ്റെ കേസ് വരുന്നത്, മാക്സിമം സ്പേസിംഗ് ഓഫ് ബാർസ് വരുന്നത് ഇറ്റ് ഈസ് 5 അല്ല 35 or 300 mm. മെയിൻ ബാർസിൻ്റെ കേസാണ്. 355 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബാർസ്. അപ്പോൾ 35 or 300 mm വിച്ച് എവർ ഈസ് സ്മോളർ. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണെങ്കിൽ 55
or 450 mm, whichever is smaller. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ കേസാണ്. ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ കേസാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലോസ് ഒന്ന് റെഫർ ചെയ്യുക. 26.3.3 26.3.3 ബി എന്ന ക്ലോസ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാക്സിമം സ്പേസിങ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതിൽ കൊടുത്തത് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇവിടെ കൊടുത്ത വാല്യൂസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ബാർസിൻ്റെ വരുന്നത് 450 mm ആണ്, 300 അല്ല. നമ്മൾ സാധാരണ മെയിൻ ബാറാണെങ്കിൽ 35ഉം 300 mm, വിച്ച് വർ ഈസ് സ്മാളർ. ഇനി ജനറലി 8 mm ബാർസ് ഓഫ് ഹൈ ഗ്രേഡ് Fe415 or 6 mm to 8 mm diameter bars of mild steels are used as distribution bars. ഇപ്പോൾ സാധാരണ ഉപയോഗിക്കൽ Fe415 8 mm ഡയമീറ്റർ ബാർസ് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ 6 mm to 8 mm ബാർസ് ആണ് ഉപയോഗിക്കാറുള്ളത്. കവർ വരുന്നത് 15 mm ആണ്, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി മെയിൻ ബാർ. ഇതാണ് ഇത് വരുന്നത്, കവർ വരുന്നത്. കവറിനെ കുറിച്ച് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? കവറിനെ കുറിച്ച് നമ്മൾ നോമിനൽ കവറിനെ കുറിച്ച് (26.4) പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഇനി ലോഡ്സ് ഓൺ സ്ലാബ്. ലോഡ് എന്തുണ്ട്? ഡെഡ് ലോഡ് ഉണ്ട്. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് വെയിറ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാനെന്ത് പറയുന്നില്ല, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. കോൺക്രീറ്റിൻ്റെ RCCൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്ര വരുന്നത്? 25,000 Nm/m³ ആണ്. അല്ലെങ്കിൽ പ്ലെയിൻ സിമെൻ്റ് ആണെങ്കിൽ 24,000 Nm/m³ ആണ്. ഇനി ഇമ്പോസിഡ് ലോഡാണ് നെക്സ്റ്റ് വരുന്നത്. ഇമ്പോസിഡ് ലോഡ് വരുന്ന സാധാരണ ലൈവ് ലോഡ് വരുന്നത് 2000 Nm/m³ to 3000 Nm/m³ ആണ്. അപ്പോൾ ഇമ്പോസിഡ് ലോഡിനെ കുറിച്ച് പറയുന്നത് IS 875 Part 2-ലാണ്. അത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ വരുന്ന ലൈവ് ലോഡിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദി ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ്. ഡിസൈൻ സ്റ്റെപ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.